നല്ലവനായ സ്വർഗപിതാവെ, ഈ ഞായറാഴ്ച വചനം പറയുവാൻ പരിശുദ്ധാത്മാവ് നടക്കണേ. ബന്ധങ്ങളെ അടിയനെ അസ്വസ്ഥതകളെ കെട്ടണമേ. ഇത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം ഈ കേൾക്കുന്നവർ അനേകം മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള കൃപ നിങ്ങൾക്ക് തന്നുണ്ട്. കർത്താവെ, ഞങ്ങൾ നാവിനോട് ചേർന്നിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ യേശുനാമം തന്നെയാണ്. അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവെ, അവനോട് നമ്മൾ പലപ്പോഴും തമ്പുരാന്റെ സന്നദ്ധിയിൽ ചെന്ന് പറയും. നമ്മളൊക്കെ പലതും പറയും. നമ്മളെ ഓരോരുത്തരും വിളിയുള്ളവർ. ഈ വിളിയുള്ളവരൊക്കെ തമ്പുരാന്റെ സന്നദ്ധ ഓടിപ്പോകുന്നവർ. മോശ വിക്കനായ മോശ തടിച്ച നാവുള്ളതാണെന്ന് പറഞ്ഞു. എനിക്ക് കർത്താവെ, ഇന്നല്ലാതെ വേറെ പലരെയും വിടുമെന്ന് പറഞ്ഞു. തമ്പുരാൻ വിളിച്ചവനെ തമ്പുരാനല്ല വേറെ ആർക്ക് എന്ത് ചെയ്യാനും പറ്റത്തില്ല. നമ്മളെപ്പോഴും ദൈവത്തിന് എന്നെ കൊണ്ടൊന്നും, ഞാൻ പണ്ടൊക്കെ പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്ക് മലയാളം എഴുതാനും വായിക്കണം, ഞാൻ വിക്കനാണ്, എനിക്ക് കണ്ണ് കാണാൻ വയ്യ, ഇതെല്ലാം ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് തമ്പുരാൻ എന്നെ ആരാക്കണമെന്ന് തമ്പുരാൻ അറിയും. കർത്താവായ യേശു തമ്പുരാൻ പറയുന്നത്, നിന്റെ അമ്മയുടെ ഉദരത്തിലാവും മുമ്പേ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. നമ്മൾ അത്യുഷത്തിന്റെ ചെവിട്ടിലായപ്പോൾ തന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ജനിച്ചത് ആരാ തമ്പുരാൻ അറിയും. നമ്മളെപ്പോഴും തമ്പുരാനെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. വേറെ പല കാര്യത്തിലും നമുക്ക് ഉണ്ട്. വലിയ വലിയ കളക്ടറും ആരുടെയും ഫിൽമാർമാരൊക്കെ ആവാൻ നമുക്ക് ഭയങ്കര ആകും. പക്ഷെ തമ്പുരാന്റെ സന്നദ്ധി വരുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നുണ്ട്. അതാണ് തമ്പുരാന്റെ ഇത് പറയുന്നത്. കർത്താവെ, അവനോട് ഞാൻ ചോദിച്ചു, ആരാണ് മനുഷ്യ നീ സംസാരശക്തി നൽകിയത്? നീ വിക്കനായ മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്, നിനക്ക് ആരാ സംസാരശക്തി? ദൈവമോ? നമ്മൾ പലപ്പോഴും നമ്മൾ സ്വയത്തിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സ്വയത്തിൽ ആശ്രയിച്ച് എനിക്കതുണ്ട് ഇതുണ്ട്. പക്ഷേ തമ്പുരാന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളെ പുറമോട്ട് ഇന്ന് പല ആൾക്കാരും, ഒത്തിരിയും പലരും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അറിയാം. അച്ഛൻ പ്രാർത്ഥിച്ചു, അതല്ല. ഞാനൊന്നും പ്രാർത്ഥിക്കാൻ ഞാൻ പണ്ട് ഞങ്ങളുടെ പള്ളിയുടെ പ്രാർത്ഥനയ്ക്ക് ഒന്നാം പാർട്ട് രണ്ടാം പാർട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കും. എനിക്കൊന്നും അറിയാൻ വരും. ഇന്ന് അതല്ല. ദൈവം തമ്പുരാൻ നമ്മളിലേക്ക് വരും, പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കും തമ്പുരാനാണ്. അല്ല നമ്മളെ കഴിവോ മിടുക്കോ പ്രായം കൊണ്ടോ ഒന്നുമല്ല. പണ്ട് മുഖ്യമന്ത്രിയായിട്ടിരുന്ന കരുണാകരന് പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറി. അന്നേരം പറഞ്ഞു, പള്ളിയുടെ തിരുമേനി പറഞ്ഞു, ഒന്ന് പ്രസംഗിക്കണം ഫാനാന്ന് പറഞ്ഞു. തിരുമേനി, ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ ഈ മൈക്ക് പ്രസംഗിക്കാൻ ഞാൻ യോഗ്യനല്ലെന്നാണ്. ഞാൻ പ്രസംഗം ഒത്തിരി ഉണ്ട്, പക്ഷെ തമ്പുരാന്റെ സന്നിധിയിലായാലും തമ്പുരാന്റെ പരിശുദ്ധാത്മ അഭിഷേകത്തോടു കൂടി പ്രസംഗിക്കുമ്പോൾ നീ എന്ത് പറയണോ എന്ത് പ്രവർത്തിക്കണം തമ്പുരാൻ നമ്മളല്ല ചിന്തിക്കുന്നത്. തമ്പുരാനാ പരിശുദ്ധാത്മാവാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആരാണ് അവന് മൂകനോ ബധിരനായ കാഴ്ചയോ അവനോട് കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ? ആകയാൽ നീ പുറപ്പെട്ട് സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. എന്നാൽ ആര് സഹായിക്കും? മൂകനും കീരനും എല്ലാം ഒന്നും അല്ല, അവനെ സംസാരിച്ചിരിക്കുന്ന ദൈവമാണ്. ഞാൻ മോശയോട് പറഞ്ഞിട്ട്, മോശ വിക്കനാണ്, നിന്റെ അരികെ പ്രസംഗിക്കാൻ പറ്റത്തില്ല, ഞാൻ അവനെ വിടുന്നൊക്കെ പറഞ്ഞപ്പോഴും തമ്പുരാൻ ഒരാളെ പേര് ചൊല്ലി വിളിച്ചു. പേര് ചൊല്ലി വിളിക്കുന്ന ഒരു വ്യക്തി എവിടെ ചെന്നാലും തമ്പുരാൻ നമ്മളെ പുറകെ ഉണ്ട്. ഞാൻ പലയിടത്തും ഓടി. സുവിശേഷം പലരും എൻ്റെ അരികെ പറഞ്ഞു. ഞാൻ അവരെല്ലാം ഞാൻ വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞ് ഓടിച്ച് ഞാൻ. പക്ഷെ ഇന്ന് തമ്പുരാൻ വിളിച്ചോ അവൻ തമ്പുരാന്റെ സറണ്ടറാവും. എത്ര പൊങ്ങിയെന്ന് പറഞ്ഞാൽ, എത്ര ഉയർത്തെന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ പിടിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ മുന്നിൽ അടിയനിതാ, നിന്റെ ഹിതം എന്നിൽ നിറവേറ്റെന്ന് അറിയോ? അന്നുപോലും നമ്മൾ കർത്താവെ എൻ്റെ അധരങ്ങൾ തുറക്കണേ, നിന്റെ പരിശുദ്ധ അഭിഷേകം ഇറങ്ങണേ എന്ന് പറഞ്ഞ അടിയനിതാ. എന്നാൽ നമ്മള് ബുദ്ധിക്കും നമ്മളാവുന്ന ഓടും. പണ്ട് നിങ്ങൾ കണ്ടു, ചൂണ്ടയിൽ മീൻ കൊരുത്ത് കഴിയുമ്പോൾ ആവുന്ന 56 പടി നോക്കും ചൂണ്ടയിൽ കൊരുക്കാൻ. എന്തെങ്കിലും ഈ ചൂണ്ടക്കാരൻ എന്ത് ചെയ്യും? അയച്ചു വിട്ടുപോകും. അവസാനം ഓടി തളർന്നു വരുമ്പം അവസാനം പിടിക്കുന്നവർക്ക് ഓടും മീൻ വരും എന്ന് പറഞ്ഞതുപോലെ നമ്മളാകുന്ന ബുദ്ധിയും ജ്ഞാനവും യുക്തിയും ഒക്കെ നമ്മൾ ഓടി ഒന്നും പറ്റാതെ വരുമ്പോൾ തമ്പുരാനെ നീക്കി സഹായിക്കണമെന്നാണ്. നിന്റെ യൗവനത്തിലാണ് നിന്റെ സൃഷ്ടാവിനെ അറിയിക്കുന്നത്. നമ്മൾ യൗവനത്തിൽ നിൽക്കുന്ന തമ്പുരാനെ ഒന്ന് വിളിച്ചു നോക്കി. ഇന്ന് നമ്മുടെ മക്കളെ ഓർത്ത് പ്രാരപ്പെടും. ഇന്ന് ലോകം മൊത്തം കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാണ്. ദൈവത്തെ വിളിക്കുവാനും എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനും പെട്ടെന്നുള്ള ധൃതിയിലാണ് പൈസ ഉണ്ടാക്കുക. ഇന്നലെ വേറെ തമിഴ്നാട്ടിൽ നിന്നെങ്ങാണ്ട് പോയി 2 പിള്ളേർ പറയാൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, കഷ്ടപ്പാടൊന്നുമില്ല, വന്നു പിടിച്ചകത്തായി. നമ്മൾ എപ്പോഴും തമ്പുരാനെ കൂടാതെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. തമ്പുരാനെ കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും പോയവരോ കിട്ടും. അതാണ് ശിമോൻ പത്രോസ് നേരം വെളുക്കോളം വലയെറിഞ്ഞു. കർത്താവെ, നീ നേരം വെളുക്കോളം വലയെറിഞ്ഞു, എനിക്കൊന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, കർത്താവിനെ കൂട്ടി വലയെറിഞ്ഞു, നിങ്ങൾ പടകിന്റെ ആഴത്തിലേക്ക് വലയെറിയാൻ പറഞ്ഞു. എന്താ പത്രോസ് നാണം കൊണ്ട് കടലിലേക്ക് ചാടി.
എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തെ കൂട്ടിച്ചേർത്ത് നമ്മൾ പോയെ ആർക്കൊന്നും ചെയ്യാൻ പറ്റും. ഞാൻ അനുഭവിച്ച എന്നെ തകർക്കും കൊല്ലണമെന്ന് പറഞ്ഞ ഒരു പറ്റം ആൾക്കാർ എൻ്റെ പുറകെ നടക്കും, മുമ്പിലും പിമ്പിലും എല്ലാം നിൽക്കുന്നു, പക്ഷെ എന്നെ തൊടാൻ പറ്റും. എന്താ? ഞാൻ ദൈവത്തിൻ്റെ കവചത്തിലാണ്. നൂറും തികഞ്ഞവനൊന്നുമല്ല ഞാൻ, പക്ഷെ ദൈവം തമ്പുരാൻ്റെ കവചത്തിനകത്തായതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യും. ഇവരെൻ്റെ എനിക്ക് പലരും വന്ന് പറഞ്ഞു, അച്ഛാനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ? ദൈവത്തിൻ്റെ കവചത്തിലായിരിക്കും. നമുക്ക് ദൈവത്തിൻ്റെ ഒരു മറ, ഒരു പാട പോലെ, പശുക്കളൊക്കെ കുട്ടികളെ പറക്കുമ്പോൾ അതിനെ കണ്ടിട്ട് ഒരു മറ പോലെ, ഒരു വലയമായിരുന്നു. എന്തിനാണെന്നറിയാം? പ്രസവിച്ച് വീഴുമ്പോഴും അതിനൊരു പ്രശ്നമാണ്. പാർക്കലകൾ പ്രസവിക്കും, തെന്നലോട് കൂടി അത് മാറി എഴുതി. അപകടത്തിൽ നിന്ന് പറഞ്ഞ പോലെ നമ്മളെ തമ്പുരാൻ കാത്തുപരിപാലിക്കും, നിന്നെ സഹായിക്കും. നീ പറയേണ്ടത് എന്ന് ഞാൻ പഠിപ്പിച്ചത് നമ്മളൊന്ന് നോക്കി. തമ്പുരാൻ നമ്മളോട് കൂടി പഠിപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞത്. നീ എന്ത് പറയണമെന്നാ തമ്പുരാൻ പറയുന്നത്? അറിയുന്നതിന് മുമ്പ് തമ്പുരാൻ, അതായത് ദൈവം തമ്പുരാൻ്റെ ശിഷ്യന്മാര് തമ്പുരാൻ്റെ കൂടെ, കർത്താവ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല, പ്രാർത്ഥിക്കാൻ പഠിക്കും. എത്ര നാളും കൂടെ നിന്നാ, എന്നിട്ടും ശിഷ്യന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേന്ന്. എന്നാൽ അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന് ഫലണ്ടർ ചെയ്യണം. തമ്പുരാനെ അടിയനിതാണ്, എനിക്കൊന്നും അറിയാൻ വയ്യ. നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും തോറും എന്നും പഠിക്കും. നമ്മളൊരു തയ്യൽക്കാരന് പുതിയ തയ്യലാണ് തയ്ക്കുന്നത്, അവർക്ക് ഒരിക്കലും പൂർണ്ണനാകുന്നില്ല. ഒരു അധ്യാപകൻ പുതിയ പഠിപ്പിക്കുന്നത് ഒന്നും പൂർണ്ണനല്ല. നമ്മളെല്ലാവരും എന്നും കുറവുള്ളവരാണ്. കുറവ് നിറമാക്കി പോകണം. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ തമ്പുരാൻ നമ്മളോട് സംസാരിക്കും, മോനെ ഇങ്ങനെ ചെയ്യണം, മോനെ അങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ ഇതിലേക്ക് ആരോ ചെവിയിൽ മന്ത്രിക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മളത് ചെയ്യാനാണ്. നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകം നമ്മളുണ്ടാവണം. ഞാൻ അതുപോലെ തന്നെ മറ്റാരായിക്കാണ്. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ച് പറഞ്ഞു, നിനക്ക് ലേവ്യനും അഹറോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ, അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു, നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ടത് വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിന്റെയും അവൻ്റെയും നാവിനെ ഭക്തിപ്പെടും. മോശ പറയുക ഞാൻ മിക്കനാണ്, എന്നാലും തമ്പുരാൻ പറയുക നിന്റെ അനിയനുണ്ടെന്ന്. അവനെ നിന്റെ നാവിനെ ആരെയും തമ്പുരാൻ ഭക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി, നമുക്കൊന്നും അറിയാം, തമ്പുരാൻ്റെ മുന്നേ നമ്മളൊന്നും അറിയില്ല എന്ന് പറയുന്നത്. വേറെ പലവർക്കും നാക്കുണ്ടോ എന്നുള്ളത് അവരോട് ചെന്ന് നോക്കുമ്പോൾ അറിയാം നാക്കുകൊണ്ട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മോശയെ പോലെ വിഘ്നായ മോശ ഓടി മാറും. കർത്താവേ നീ നിൽക്കുന്ന സ്ഥലം നിഷിദ്ധമാണെന്ന് തമ്പുരാൻ പറഞ്ഞു. എന്താ? ഒരാളെ കൊണ്ടിട്ടാ പറഞ്ഞു. പക്ഷേ അശുദ്ധമാക്കാതിരിക്കാൻ ആ ചെരുപ്പ് അഴിച്ചു മാറ്റാൻ പറഞ്ഞു. മോശ വിഘ്നായ മോശയെ തമ്പുരാന്റെ തീക്കണലിൽ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറച്ചു. കാരണം നമ്മൾ ഓരോ മോശയാവാൻ നമ്മൾ പറ്റത്തില്ലെങ്കിൽ മോശയെ പോലെ കുറച്ചെങ്കിലും ജീവിക്കാൻ പറ്റും. ഈ നോയമ്പ് സമയത്ത് നമ്മുടെ തമ്പുരാന് വേണ്ടി കടപ്പെട്ടവരാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ ഇന്ന് പ്രസംഗിക്കുന്ന 100 പേർക്ക് അല്ലെങ്കിൽ 100 ആക്കണമെന്ന് ഞാൻ പറയില്ല കർത്താവ്. കേൾക്കുന്നവർ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് പരിശുദ്ധാത്മ അഭിഷേകം കൊടുക്കണം കർത്താവ്. ഇന്ന് സാത്താൻ നയിക്കുന്ന ലോകമാണ് കർത്താവ്. ഇന്ന് സാത്താൻ നയിക്കത്തിലൂടെ പിതാവ് എത്രയോ എണ്ണം വഴിതെറ്റിപ്പോകുന്നു. നമ്മുടെ മക്കളുകൾ പിതാവ് സമാധാനമില്ല, സന്തോഷമില്ല, കഞ്ചാവ് മയക്കുമരുന്ന് അടിമയാണല്ലോ കർത്താവ്. ഇന്ന് ഓട്ടോറിക്ഷകൾ കയറി പോകാൻ എന്നെ പേടിയാണ് കർത്താവ്. എമ്മെ വെറും ഒരു പൊതി അവൻ ആരുടെങ്കിലും മടിയിലിട്ട് കഴിഞ്ഞാൽ അവനൊന്ന് ജയിലിൽ പോകണം കർത്താവ്. എമ്മെ ഈ ദേശത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അനുദപിക്കുന്ന ഒരു പാവി മാനസാന്തരത്തിനുള്ളവയാണല്ലോ കർത്താവ്. ഇന്ന് ഈ മക്കൾക്ക് അനുതാപം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എമ്മെ ഓരോ കുടുംബങ്ങളിലും സമാധാനമില്ല, സന്തോഷമില്ലാതെ കിടക്കുമ്പോൾ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ഒരു വട്ടം കൂടി നിന്നെ അടുത്ത് വന്ന് അറിയുവാനും പ്രാർത്ഥിക്കുവാനും സമയം തന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ്. ഇന്ന് മക്കളെ ഓർത്താണല്ലോ മാതാപിതാക്കൾ കരയുന്ന കർത്താവ്. ഇന്ന് ദൈവമേ പാപത്തിൻ്റെ കളങ്കമായ പാപത്തിൻ്റെ നിലയിലാണ് ഇന്ന് മക്കൾ പോകുന്ന കർത്താവ്. ഈ മക്കളെ എല്ലാം നിന്റെ കരങ്ങളിലേക്കുന്ന കർത്താവ്. സമാധാനവും സന്തോഷവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അന്ധകാരത്തിലെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബങ്ങളിൽ നിന്ന് സമാധാനമില്ല, സന്തോഷമില്ല കർത്താവ്. ആരും ആരെ അറിയാനോ ആരെ കുറയുവാനോ ആർക്കും പറ്റുന്നില്ല കർത്താവ്. ഞങ്ങളെല്ലാവരും ഓരോ വ്യക്തികളുടെയും മുകളിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്ന കർത്താവ്. ഞാനാണ് വലുത്, ഞാനാണെന്ന് വലുത് ഇന്ന് പറഞ്ഞ് പിതാവെ കുടുംബങ്ങൾ തകർന്ന് ചിത്രമാണല്ലോ കർത്താവ്. ഞങ്ങൾക്ക് നിന്നെ മാത്രമേ കൂട്ടിച്ചേർക്കാൻ പറ്റൂ കർത്താവ്. നിന്റെ കൂടെ ഞങ്ങൾക്ക് ഇരിപ്പാൻ കർത്താവ് എന്ന് ഞങ്ങളെ സഹായിക്കണം കർത്താവ്. ഇടത്തും വലത്തും കള്ളന്മാർ കർത്താവെ ഇന്ന് ഒരു കളം പറഞ്ഞ കർത്താവെ നീ ഇന്ന് ഉയർത്തെഴുന്ന മുമ്പോൾ എന്നെയും കൂടെ പർദീഫായി ഓർക്കണമേ കർത്താവ്. അവനെ ഇന്ന് ഞാൻ ഒട്ടുമ്പോൾ നീ എന്നോടൊപ്പം പർദീഫായി
ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കർത്താവെ, ഒരു കള്ളൻ കർത്താവിനെ ദുഷിച്ച് പറഞ്ഞു കർത്താവെ. ഇപ്പോൾ മറ്റേ കള്ളൻ പറഞ്ഞടാ, നമ്മൾ നേരം വെളുക്കുവാനും കഷ്ടപ്പാടും കള്ളവും മോഷണം പിതാവ് തമ്പുരാൻ പിതാവെ നീതിമാനാണ് കർത്താവെ, നീ ദുഷിക്കുന്ന എന്തിനെന്ന് പറഞ്ഞു കർത്താവെ. നമ്മൾ അവനെ പോലാവാതെ ദൈവത്തിൻ്റെ നമുക്ക് ഒത്തിരി കുറവുകളുണ്ട് പറ്റുക, ആ കുറവുകൾ നിറവാക്കി മറ്റുള്ളവർക്ക് കൂടി ഓട്ടം ഓടുവാൻ കർത്താവ്, മറ്റുള്ളവരെ പോലെ അല്ല കർത്താവ് ഞങ്ങൾക്ക് വളയമുണ്ട് കർത്താവെ, ആ വളയത്തിൽ കൂടി നടപ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് വരകളുണ്ടപ്പോൾ ആ വരയിൽ കൂടി നടപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അപ്പല്ല കുറവുകളപ്പല്ല ഒത്തിരി ഉണ്ട് കർത്താവ്. ഞങ്ങളുടെ മക്കളൊക്കെ ദൈവമേ ഇന്ന് കഞ്ചാവ് മയക്കുമരുന്നിന് അടിമയാവാതെ മദ്യപാനികളാവാതെ ദൈവമേ നല്ല മക്കളായി ലോകത്തിന് കൊള്ളാവുന്ന മക്കളായി ജീവിപ്പാൻ അവരെ അനുഗ്രഹിക്കണേ. പരിശുദ്ധാത്മാവെന്ന് യേശു തന്നെയാണ്.